സുഹൃത്തുക്കളെ, ഇപ്പോൾ ആസന്നമായ ഗൾഫ് നാടുകളിൽ നടക്കുന്ന സാമ്പത്തിക പരാധീനത, അമേരിക്കയും ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഇറാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങൾ, അതുണ്ടാക്കി തീർക്കുന്ന വിനകൾ, അതിൽ നിന്ന് ദുരിതങ്ങൾ ഒക്കെ നമ്മൾ അതാത് നിമിഷങ്ങളിൽ അവിടെ ഒരു വെടിപൊട്ടുമ്പോൾ അതേ ശബ്ദം അതേ രീതിയിൽ ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുള്ളതുകൊണ്ട് ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ബിസിനസ്സുകളും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതവും ഒക്കെ ദിവസം പ്രതി വിഷമിച്ചുകൊണ്ട് നിരാശപ്പെടുത്തുന്ന രീതിയിലേക്ക് തകർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം തന്നെ അങ്ങനെ, അവരുടെ രാജ്യം തന്നെ UAE ആണെങ്കിലും ഖത്തറാണെങ്കിലും ഏത് അറബ് രാജ്യമാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കൻ നാടുകൾ, രാജ്യം വലിയ ശൂരനാണെന്ന് പറയുന്ന അമേരിക്കൻ നാടുകളിലുള്ള ആൾക്കാരുടെ ഈ വിഷമങ്ങളൊക്കെ ഉണ്ട്. അവരെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ട് അവർ തന്നെ യുദ്ധത്തിനെതിരെ ഒരു വിഭാഗം ആൾക്കാർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുള്ള രാജ്യങ്ങളിൽ സുസ്ഥിരത്വം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, സാമ്പത്തികമായ വിഷമങ്ങൾ അനുഭവപ്പെടുന്നു. അതിനെ തുടർന്ന് ഇതുവരെ സുന്ദരമായി നടത്തിക്കൊണ്ടുപോയിരുന്ന കാര്യങ്ങളൊക്കെ അവതാളത്തിലായി തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളത് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണ് നാട്ടിലുള്ളവരും അവിടെ ഉള്ളവരും ഒക്കെ. ഇതൊരു സത്യം മാത്രമാണ്, അത് പറയേണ്ടതില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. അതിനെ തുടർന്നുണ്ടാകുന്ന മനോവ്യഥകൾ അങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ് അവിടെയും ഇവിടെയും ഉള്ളത് എന്ന് ഞാൻ തന്നെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടുകളിൽ പോയി തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടു. അവിടെ വെടിപൊട്ടുന്ന ശബ്ദം കാണാനും കേൾക്കാനും ഇടവന്നപ്പോൾ ഉണ്ടായ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മനഃശാസ്ത്രമുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനൊക്കെ അതിജീവിച്ചേ പറ്റൂ. നമ്മൾ അതിജീവിക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ സംഭവിക്കുന്നു അതിനൊക്കെ അതിജീവിച്ചേ പറ്റൂ. മരണം തന്നെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ. വേറെ ഒന്നും നിവൃത്തിയില്ല. മനുഷ്യൻ ജനിച്ചാലും മരണമുണ്ടെന്ന് അറിയാം. പക്ഷെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ കാണുന്ന സംഗതികളൊക്കെ അതിന് നെഗറ്റീവ് വശം മാത്രം ആസ്വദിച്ചുകൊണ്ട് നമ്മളത് ദുഃഖിച്ചിരിക്കാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണെന്നും അതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കുമെങ്കിൽ അതാണ് സുഖകരമാവുക എന്നുള്ളതും ഓർക്കുക. മനുഷ്യ മനസ്സിന് ഒരിക്കലും തന്നെ ഈ ദുരിതങ്ങൾ കൊണ്ടുപോയിട്ട് ചിന്തിക്കാൻ വെറുതെ ആവശ്യമില്ലാത്ത ചിന്ത, എൻ്റെ മകനെന്താവും, എൻ്റെ മകൾക്കെന്താവും, എൻ്റെ ജോലി എന്താവും, എൻ്റെ ബിസിനസ് എന്താവും, എൻ്റെ കാര്യങ്ങൾ തുടർന്ന് എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നടക്കേണ്ടതൊക്കെ നടക്കുക തന്നെ ചെയ്യും. അതിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആണെങ്കിൽ, നമ്മൾ ഇടപെടുകയാണെങ്കിൽ നമ്മളതിനനുസരിച്ച് നമുക്ക് പല അനുഭവങ്ങളുണ്ടാവും. ഇതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അവയെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവ മനസ്സിൽ തട്ടാത്ത രീതിയിൽ, മനസ്സിന് സുഖകരമായ മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ ഇടവരുത്താത്ത രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒതുങ്ങുന്ന ഭക്ഷണവും വായുവും സുഖവും ഒക്കെ ഇവിടെ അവശേഷിച്ച് കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തണം. മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ തരത്തിലുള്ള ജീവിത നിലവാരം ഇപ്പോൾ വേണമെന്നില്ല. അത്തരം വലിയ വീടുകൾ വേണ്ട, അത്തരം വലിയ വാഹനം വേണ്ട, അത്ര ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണം വേണ്ട, അത്ര തരത്തിലുള്ള ജീവിത പദ്ധതികളൊന്നും വേണ്ടാന്ന് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മനസ്സിലുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയാൻ സാധിക്കുന്ന ഒരു മനസ്സിനെയാണ് നമ്മളിപ്പോൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. മനസ്സിൽ ഒരു നിലക്കും ഈ തരത്തിലുള്ള വ്യഥകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒരിക്കലും തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ പുരോഗതിയിലേക്ക് ഇങ്ങനെ ആസ്വദിച്ചു പോകുന്ന സ്ഥിതിയിൽ തടസ്സം വന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും തന്നെ ദുഃഖത്തിൻ്റെ വക്താവായി മാറില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എന്നുള്ള മനസ്സിന് കൊടുക്കാൻ സാധിക്കണം. ഇതാണ് മതവിശ്വാസികൾക്കൊക്കെ പഠിപ്പിച്ചത്. പക്ഷെ നിസ്സാരമായി നമ്മൾ അതിനെ കണ്ടു. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ ഒരു ജാതി മതവും ഉപയോഗപ്പെടുത്തിയില്ല. ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും യേശുക്രിസ്തു വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിലും അവരെ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ എന്താ വെച്ചാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചോടി പോകുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ഒരുപാട് യുദ്ധം ചെയ്യുന്നു. ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ രാജാവ് ആയിരുന്ന രാമൻ പോലും കാട്ടിൽ പോയി ജീവിക്കേണ്ട സ്ഥിതി ഉണ്ടാവുന്നു. നാട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടേറ്റിച്ചിട്ട് അദ്ദേഹം കാട്ടിൽ വനവാസം അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ എല്ലാ ആൾക്കാരും തന്നെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് മാതൃക കാണിച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആൾക്കാർക്ക്
ഈ പ്രയാസങ്ങളൊന്നും നേരിടാനുള്ള കരുത്ത് ലഭിച്ചില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. മതത്തെ ഉപയോഗിക്കാൻ കഴിയാതെ പോയി എന്ന് വേണം പറയാൻ. അങ്ങനെയല്ല, ദുരിതങ്ങളും വിഷമങ്ങളും മാത്രം, എല്ലാ തരത്തിലുള്ള മരണങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെയാണ് പ്രവാചകനായിട്ടുള്ള ആൾക്കാരന്മാരും ദൈവത്തിൻ്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരും നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. അതാണ് നമ്മളൊരു മതത്തിൻ്റെ പാഠമായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ നമ്മളെ ആൾക്കാർക്ക് സാധ്യമല്ല. അത് അന്നല്ലേ, അത് അങ്ങനെയല്ലേ, പ്രവാചകനെ നോക്കണോ, പ്രവാചകന്റെ അവതാരങ്ങൾ നോക്കണം, അത് നമുക്ക് പറ്റിയതല്ല, അത് അവരെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് താത്തിക്കാണുകയും തട്ടിക്കളയുകയും ചെയ്യുന്നത് മാറ്റി ആ ജീവിതത്തിന് പാഠമുള്ളതെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം. ധാരാളം യുദ്ധങ്ങൾ നയിക്കുകയും ശരീരം പരിക്കേൽക്കുകയും ചെയ്ത ആളാണ് പ്രവാചകൻ, നേതൃത്വം കൊടുത്ത ആളാണ്. ശ്രീകൃഷ്ണ ഭഗവാനും അതെ, യുദ്ധകളത്തിൽ ഹാജരായ ആളാണ്. ഇനി അങ്ങ് പോയാൽ ശ്രീരാമനും അതെ, യുദ്ധം ചെയ്ത ആളാണ്. അങ്ങനെയൊക്കെ യുദ്ധം ചെയ്യുകയും ജീവിതം നയിക്കുകയും കഷ്ടപ്പെടുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്തൊന്നും ഇപ്പൊ അന്യനാട്ടിലെ ആൾക്കാർ യുദ്ധത്തിന് വിധേയരായി കഴിയുമ്പോൾ നമ്മൾ കാണാതിരിക്കുന്നില്ല അവസ്ഥയല്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവയെ ശാന്തമായൊരു മനസ്സിനുടമയാവാൻ സഹായിക്കുമാറാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിന് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടി പോകാന്നായിരിക്കും. ജീവിതത്തിന് ഒളിച്ചോടി പോകാൻ ഒക്കില്ലല്ലോ. മരണം വരെ മനസ്സമാധാനത്തോടുകൂടി നിൽക്കാനുള്ള മനസ്സാന്നിധ്യം, മനസ്സിന്റെ ശക്തി, മനസ്സമാധാനം, സംതൃപ്തി, ഇത് ഓരോ മനുഷ്യനും വ്യക്തിപരമായി നേടിയെടുക്കേണ്ട കാര്യമാണ്. അവന് വേദനകളും വിഷമങ്ങളും മറ്റൊരാൾ അറിയുന്നില്ല. അത് അവനിൽ മാത്രം നിക്ഷിപ്തമായുള്ളതാണ്. അത് സന്തോഷകരമായ മനസ്സിനുടമയാവാൻ ഉതകും വിധം ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. മുമ്പ് ചെലവാക്കിയ 1000 രൂപയ്ക്ക് പകരം ഇന്ന് 10 രൂപ ചെലവാക്കിയിട്ടും ജീവിതം നയിക്കാൻ സാധിക്കും. ഒരു വയറിന് എത്ര ഭക്ഷണം വേണമെന്നില്ലേ, അതിൽ ചില വിഭവങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരു സാമ്പാറും ചോറും മതി എന്ന് വിചാരിച്ചാൽ മതി, പപ്പടം വേണ്ട എന്ന് മാറ്റി വെക്കുക. അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകാം എന്നുള്ള ലളിതമായ ജീവിതത്തിലേക്ക് നീങ്ങാൻ ഒതുങ്ങുന്ന, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് അതാണെന്ന് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് തന്നെ അങ്ങനെ പ്രകൃതി തന്നെ നമ്മൾ മാറ്റം വരുന്നതൊക്കെ ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ആവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. പല വിഭവങ്ങളും സംഗതികളും നമ്മൾ പുറം നാട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്നതിന് പകരം നമ്മളെ നാട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കത്തക്കല്ലേ. കൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇനി പലതും കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ നമ്മൾക്കൊരു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ അതിൽ താഴ്ത്തിയിലെടുക്കുന്ന ആൾക്കാർ വന്നാൽ ഇവിടെ തന്നെ ഭൂമിയിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തി ആദ്യ രീതി കൃഷി ചെയ്ത് നമുക്ക് ഭക്ഷിക്കാൻ ഒതുങ്ങുന്ന സാധനങ്ങൾ ലഭ്യമാക്കാത്തക്ക നിലയിലുള്ള അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പൊ അതിലൊരു ജീവിതം കണ്ടെത്തണം. അതൊരു ജീവിതമാണ്, അതൊരു സുഖമാണ്, അതൊരു സന്തോഷമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയാൻ തക്ക നിലയിൽ മനസ്സിനുടമകളാവാൻ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിനെ മാറ്റിവെക്കാൻ സാധിച്ചാൽ അത് വിജയത്തിലേക്ക് എത്തും. അനാവശ്യമായ ചെലവാക്കലും കല്യാണങ്ങളും വലിയ ഗോപുരം ഉണ്ടാക്കലും ഒക്കെ നിർത്തിവെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാത്തക്ക നിലയിലേക്ക് ജീവിതത്തെ ചുരുക്കിക്കൊണ്ടുവന്നിട്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്താൽ യാതൊരു വിഷമമില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും. ഒരു പരിധിവരെ മാത്രമേ ജീവിതത്തിൽ മനുഷ്യൻ സുഖാസ്വദിച്ച് ജീവിക്കാൻ സാധിക്കൂ. അവൻ പിന്നെ ഇവിടെ നിന്ന് എല്ലാ മാറ്റങ്ങളും വിധാവും അവനും തന്നെ മാറ്റങ്ങൾ വിധേയമായി ലോകത്തോട് യാത്ര പറയും. അതിനിടയിൽ നിന്നുള്ള കൊച്ചു ജീവിതം സുന്ദരമായി മനസ്സമാധാനത്തിൽ ജീവിക്കാൻ ഈ വരുമാനമൊന്നുമല്ല കാര്യം. എൻ്റെ മനസ്സിൻ്റെ സെറ്റിംഗ്, അതിനനുസരിച്ച് എൻ്റെ മനസ്സിനെ ഞാൻ സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്ത് ഞാൻ അതിൽ സുഖമായി ജീവിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ഓരോ വ്യക്തിയും എടുക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു.